ടു Xylem ലേണിംഗ്. Xylem ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ്. അപ്പൊ എന്റെ മക്കളെ, ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ്. ഏതൊരു പരീക്ഷ എടുത്തു നോക്കിയാലും ഏതൊരു പരീക്ഷ പേപ്പറിലും നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചോദ്യമാണ് എന്ത്? കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. അടിസ്ഥാന പാഠാവലിയിലെ കഥാപാത്ര നിരൂപണം എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഏത് പാഠമാണെന്ന് അറിയാമോ? നമ്മൾ പഠിച്ച പാഠം തന്നെയാണ് ജീവിതത്തിന്റെ ഉപ്പ്. അതിലാരെ കുറിച്ചാണ് നമുക്ക് കഥാപാത്ര നിരൂപണം ചെയ്യാനുള്ളത്? ആരെ കുറിച്ചാണ്? ഉപ്പുകൊറ്റിനെ പറ്റിയാണ് അല്ലെ. ഉപ്പുകൊറ്റൻ എന്ന് പറയുന്ന ഉപ്പുകൊറ്റിനെ പറ്റിയാണ് നമുക്ക് കഥാപാത്ര നിരൂപണം ചെയ്യേണ്ടത്. അപ്പൊ പാഠത്തിലെ ഒരു ചോദ്യമായിട്ട് തന്നിട്ടുണ്ട്. എന്താണ് ആ ചോദ്യം എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഉപ്പുകൊറ്റൻ എന്ന കഥാപാത്രത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? അത് തന്നിട്ടുണ്ടേ. ഉപ്പ് വിറ്റ് ജീവിക്കുന്നു, എത്തിയെടുത്ത് കിടന്നുറങ്ങുന്നു. രണ്ട് പ്രത്യേകതകൾ നമുക്ക് തന്നിട്ടുണ്ട്. കണ്ടെത്തിയ ആശയങ്ങളും സ്വന്തം അഭിപ്രായങ്ങളും കഥാപാത്ര നിരൂപണത്തിൽ ഉൾപ്പെടുത്താനാണ് നമ്മളോട് പറയുന്നത്. അതൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മൾ ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കണം. ഉപ്പ് വിറ്റ് ജീവിക്കുന്നു, എത്തിയെടുത്ത് കിടന്നുറങ്ങുന്നു അവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ബാക്കി ടീച്ചർ 2-3 പോയിന്റും കൂടെ നിങ്ങൾക്ക് തരാം. ബന്ധുക്കളില്ല, ഒറ്റ തടിയാണ്, ആരെയും കൂസാത്ത സ്വഭാവം, കുട്ടികളോട് സ്നേഹം, വാത്സല്യം, കുട്ടികളോടുള്ള സ്നേഹവും വാത്സല്യം. ഇത്രയും പോയിന്റുകൾ നിങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ടത്. കഥാപാത്രം എന്ന് പറയുമ്പോൾ കഥയിലുള്ള ആളുകളെയാണ് നമ്മൾ കഥാപാത്രം എന്ന് പറയുന്നത് അല്ലെ. ഉപ്പുകൊറ്റൻ നമ്മുടെ ജീവിതത്തിന്റെ ഉപ്പ് എന്ന് പറയുന്ന കഥയിലെ പ്രധാന കഥാപാത്രമാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകതകളെല്ലാം ചേർത്ത് വെച്ച് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് എഴുതണം. അതാണ് കഥാപാത്ര നിരൂപണം. നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ആദ്യം അത് ഏത് കഥയിലുള്ളതാണ് എന്ന് നമുക്കറിയാം അല്ലെ. പറയിപ്പറ്റ പന്തിരുകുലം, അതൊരു ഐതിഹ്യ കഥയാണ്. അതിലുള്ളതാണ് ആര്? പറയിപ്പറ്റ പന്തിരുകുലം, വരരുചിയുടെയും പഞ്ചമിയുടെയും 12 മക്കളിൽ ഒരാൾ അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. പറയിപ്പറ്റ പന്തിരുകുലത്തിലെ ഒരംഗമാണ് ഉപ്പുകൊറ്റൻ. ഉപ്പ് വിറ്റാണ് അയാൾ ജീവിക്കുന്നത്. കൊറ്റിന് ഉപ്പ് വിൽക്കുന്നവനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പേര് ലഭിച്ചത്. കൊച്ചിന് എന്ന് പറഞ്ഞാൽ ആഹാരത്തിന് ഉപ്പ് വിൽക്കുന്നവൻ അല്ലേ. മുഷിഞ്ഞ വസ്ത്രങ്ങൾ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. എന്താണ്? മുഷിഞ്ഞ വസ്ത്രങ്ങൾ. പിന്നെയോ മുഷിഞ്ഞ വസ്ത്രങ്ങൾ, വെളുത്ത നിറം, അദ്ദേഹത്തെ പറ്റിയാണ്. നീട്ടി വളർത്തിയ താടിയും മുടിയും, തോളിൽ സഞ്ചി. ഇതായിരുന്നു ഉപ്പുകൊറ്റന്റെ രൂപം. അലഞ്ഞു നടന്ന് ഉപ്പ് വിൽക്കും. ആവശ്യക്കാർ അവനിൽ നിന്ന് ഉപ്പ് വാങ്ങും. ഉപ്പുകൊറ്റന് വീടും കൂടും ഒന്നുമില്ല. നടന്ന് എത്തിയിടത്ത് കിടന്നുറങ്ങും അല്ലെ. ഇത്രയുമാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ. പിന്നെ എന്താണ്? ആരെയും കൂസാത്ത പെരുമാറ്റമായിരുന്നില്ലേ? അതെ, ആരെയും കൂസാത്ത പെരുമാറ്റമായിരുന്നു ഉപ്പുകൊറ്റന്റേത്. മേലാളന്മാരോട്, അതായത് വലിയ ആളുകളോട്, വലിയ ആളുകൾ എന്ന് പറഞ്ഞാല് ജാതിയിലൊക്കെ മേലെ നിൽക്കുന്ന ആളുകളല്ലേ, ഉയർന്ന ജാതിയിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ തന്നേക്കാൾ ഉയരത്തിൽ നിൽക്കുന്ന എന്നുള്ള അർത്ഥത്തിലാണ് മേലാളർ എന്ന് പറയുന്നത്. തന്റെ ഇടത്തോടെ സംസാരിക്കാനുള്ള ധൈര്യം ഉപ്പുകൊറ്റനുണ്ടായിരുന്നു. വലിപ്പച്ചെറുപ്പങ്ങളിൽ വിശ്വാസമില്ല. വലിയവൻ ചെറിയവൻ എന്നുള്ള ഒരു വിശ്വാസവും ഉപ്പുകൊറ്റനില്ല. മാനിക്കേണ്ടവരെ മാനിക്കുക, ആചാരം പറയുക എന്നീ വ്യവസ്ഥകളിൽ ഉപ്പുകൊറ്റൻ വിശ്വസിച്ചിരുന്നില്ല. അഗ്നിഹോത്രിയുടെ ഭാര്യയുടെ പിതാവ് വന്നപ്പോ അദ്ദേഹം എഴുന്നേറ്റില്ല അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. എല്ലാരും മനുഷ്യരല്ലേ, ഒരേ ചോരയല്ലേ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ശരിയാണ് അല്ലെ. എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ഒരേ ചോരയാണ്. അദ്ദേഹത്തിന്റെ സമത്വ ചിന്തയും തത്വചിന്താ ബോധവുമാണ് ഇവിടെ പ്രകടമാകുന്നത്. സമത്വ ചിന്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും സമന്മാരാണ് എന്നുള്ളത്. ഇത് അദ്ദേഹത്തിന്റെ ഒരു തത്വചിന്തയാണ് അല്ലെ. എല്ലാവരും എന്താണ്? എല്ലാ മനുഷ്യരും ഒരേ ചോരയാണ് അല്ല, എല്ലാവർക്കും ഒരേ നിറമാണ് അല്ലെ. നമുക്കറിയാം, നമ്മുടെ കൈമുറിച്ച ഉദാഹരണങ്ങളൊക്കെ ടീച്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എല്ലാവർക്കും ഒരേ നിറമുള്ള ചോരയാണ്. അതായിരുന്നു ഉപ്പുകൊറ്റൻ അല്ലെ. സത്യം എന്നത് ധൈര്യത്തോട് പറയുക എന്നതും അദ്ദേഹത്തിന്റെ ഒരു സവിശേഷതയായിരുന്നു. അദ്ദേഹത്തിന് കുട്ടികളോട് എന്തായിരുന്നു? വളരെ സ്നേഹമായിരുന്നില്ലേ. അദ്ദേഹം കുട്ടികൾക്ക് കൊടുത്തിരുന്നത് എന്താണ്? ഉപ്പ് അപ്പമായിട്ട് തിരിച്ചു നൽകിയിട്ടുണ്ട് അല്ലെ. ഭക്ഷണത്തിന് വേണ്ടി വന്നപ്പോ ആദ്യം അപ്പം തീർന്നു പോയപ്പോ പിന്നെ എന്താണ്? ഉപ്പ് തരികൾ എന്തായി മാറി? അപ്പങ്ങളായി മാറി. അവർക്ക് വേണ്ടി മായാജാലങ്ങൾ കാണിക്കുമായിരുന്നു അല്ലെ.
കുട്ടികൾക്കായി ജീവിതത്തിന്റെ താളമുള്ള പാട്ടുകൾ പാടുമായിരുന്നു. അവർക്ക് വേണ്ടി പാട്ടുകൾ പാടിക്കൊടുക്കുകയായിരുന്നു. കുട്ടികളോടൊപ്പം ആടിയും പാടിയും ഉപ്പുകൊറ്റൻ ആനന്ദം കണ്ടെത്തിയിരുന്നു. എന്തുകൊണ്ടും മഹത്വമുള്ള വ്യക്തിത്വമായിരുന്നു ഉപ്പുകൊറ്റന്റേത്. ഇത് ടീച്ചറുടെ അഭിപ്രായമാണ്. എന്തുകൊണ്ടും മഹത്വമുള്ള അല്ലെങ്കിൽ വലിയവനായിരുന്നു ഉപ്പുകൊറ്റൻ എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. അപ്പോ എന്തുകൊണ്ടും മഹത്വമുള്ളവനായിരുന്നു എന്നുള്ള ആ ഒരൊറ്റ സെന്റൻസ് കൊണ്ട് ടീച്ചർ അദ്ദേഹത്തെ കുറിച്ചുള്ള അഭിപ്രായം വ്യക്തമാക്കി. ഇനി നിങ്ങൾക്ക് നിങ്ങളുടേതായ മറ്റെന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതും കൂടെ എഴുതാം. ഇത്രയും എഴുതിയാൽ തന്നെ അത് പൂർണ്ണമായും ഒരു കഥാപാത്ര നിരൂപണമായി. അപ്പൊ കഥാപാത്ര നിരൂപണം എഴുതുന്നത് എങ്ങനെയാണെന്ന് എന്റെ മക്കള് പഠിച്ചു കഴിഞ്ഞില്ലേ? അപ്പൊ ടീച്ചർ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. ഇറ്റ്സ് മീ ശ്രുതി വൈശാഖ് ഫ്രം Xylem Learning.